റഷ്യയും യുക്രൈനും തമ്മിൽ ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. അതായത് യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാമെന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. മധ്യസ്ഥത വഹിക്കുന്നതാകട്ടെ അമേരിക്കയാണ്, ഡൊണാൾഡ് ട്രംപാണ്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ വെച്ച് ഒരു വലിയ ചർച്ച ഇതേ തുടർന്നുണ്ടായിരുന്നു. ഈ ചർച്ചയിൽ സെലൻസ്കി പങ്കെടുത്തിരുന്നില്ല, പക്ഷേ അദ്ദേഹം സൗദി അറേബ്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ചർച്ച ഞങ്ങൾക്ക് അസ്വീകാര്യമാണ്, ഞങ്ങളെ പങ്കെടുപ്പിക്കാതെ ഉണ്ടാക്കുന്ന ഒരു ചർച്ചയാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ അനുസരിച്ച് റഷ്യയ്ക്ക് വലിയൊരു തിരിച്ചടി യുക്രൈൻ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ചർച്ചകൾക്കിടയിൽ തന്നെ ഈ ഒരു തിരിച്ചടി നൽകിയത് റഷ്യയെ വളരെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ആ തിരിച്ചടി എന്ന് പറയുന്നത് റഷ്യയുടെ പൈപ്പ് ലൈനുകൾ യുക്രൈൻ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ റഷ്യയ്ക്ക് മാസങ്ങൾ എടുക്കുമെന്നുള്ളതാണ്. റഷ്യയെ കൂടാതെ അയൽ രാജ്യമായിട്ടുള്ള കസാക്കിസ്ഥാനും ഈ തിരിച്ചടിയിൽ വല്ലാതെ വിറച്ചുപോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. യുക്രൈന്റെ ക്രൂരമായ ആക്രമണമാണ് നടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കസാക്കിസ്ഥാനിലേക്ക് എണ്ണ വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈനിന്റെ ഒരു പ്രധാന ഭാഗം യുക്രൈൻ തങ്ങളുടെ ബോംബുകൾ ഉപയോഗിച്ച് തകർത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ റഷ്യയിൽ നിന്ന് യുക്രൈനിലേക്ക് എണ്ണ പോകുന്നുണ്ടായിരുന്നു. യുക്രൈൻ വഴി അവിടെ നിന്ന് നേരെ യൂറോപ്പിലേക്കും റഷ്യയുടെ എണ്ണ പോകുന്നുണ്ടായിരുന്നു. ആ പൈപ്പ് ലൈനുകൾ റഷ്യ തകർത്തിരുന്നെങ്കിൽ യുക്രൈൻ ഇപ്പോൾ ഇരുട്ടിലായേനെ എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ റഷ്യ ആക്രമണം നടത്തുമ്പോഴും ആ പൈപ്പ് ലൈനുകൾ തകർക്കാതെയാണ് റഷ്യ ആക്രമണം നടത്തിയത്. എന്നാൽ ഇപ്പോൾ യുക്രൈൻ സകല നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് കസാക്കിസ്ഥാനിലേക്ക് റഷ്യ എണ്ണ കൊടുക്കുന്ന പൈപ്പ് ലൈൻ തകർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് റഷ്യയെ ആക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് റഷ്യ തിരിച്ചടിക്കുക എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ പൈപ്പ് ലൈനിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ഇത് അടുത്ത 2 മാസത്തിനുള്ളിൽ കയറ്റുമതിയെ 30% നേരിട്ട് ബാധിച്ചേക്കാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിങ്കളാഴ്ച സ്ഫോടക വസ്തുക്കൾ നിറച്ച 7 ഡ്രോണുകളാണ് കാസ്പിയൻ പൈപ്പ് ലൈൻ കൺസോർഷ്യത്തിന്റെ ഒരു പമ്പിംഗ് സ്റ്റേഷനിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തിയത്. പോരാത്തതിന് കസാക്കിസ്ഥാന്റെ എണ്ണ തെക്കൻ റഷ്യയിലൂടെയും കരിങ്കടലിലൂടെയും കയറ്റുമതി ചെയ്യുന്നു. പശ്ചിമ യൂറോപ്പിനും അതിന്റെ പങ്ക് ലഭിക്കുന്നു. അതിനാൽ എണ്ണ വിതരണത്തിലെ കുറവ് ഇതിൽ യൂറോപ്പിനെയും ബാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏകദേശം 1500 കിലോമീറ്ററാണ് ഈ പൈപ്പ് ലൈനിന്റെ നീളം എന്ന് പറയുന്നത്. ഒരു കൺസോർഷ്യത്തിന്റെ ഭാഗമാണത്. ഈ പൈപ്പ് ലൈൻ അതിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നതിന് റഷ്യയ്ക്കും ഗണ്യമായ ഫീസ് ലഭിക്കുന്നുണ്ട്. ഇതിൽ റഷ്യ, കസാക്കിസ്ഥാൻ സർക്കാരുകളും ഷെവ്രോൺ, എക്സോൺ മൊബൈൽ, ഷെൽ തുടങ്ങിയ പാശ്ചാത്യ കമ്പനികളും ഉൾപ്പെടുന്നു. കസാക്കിസ്ഥാന്റെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ 80% ഈ പൈപ്പ് ലൈനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തുതയാണ്. ആ പൈപ്പ് ലൈനാണ് ഇപ്പോൾ യുക്രൈൻ തകർത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.